ഗൈസ്, നമുക്കിന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും റിയ ഫാത്തിമ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് 2 ഡയറി മിൽക്ക് വേണം. ഇനി ഏതെങ്കിലും ബിസ്ക്കറ്റ് ഒരെണ്ണാളെ മതി. എനിക്ക് കുറച്ച് കൂടുതൽ സ്പഞ്ച് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് 2 എടുത്തു. പിന്നെ നമുക്ക് അമൂലിൻ്റെ ഒരു പാൽപ്പൊടി, അത് ഇത്രയും മതിയേ. പാൽ അമൂലിൻ്റെ വെച്ച് തിളപ്പിച്ചെടുത്തു. പിന്നെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഇതിന് പൊടിച്ചെടുക്കണം നമ്മുടെ ബിസ്ക്കറ്റ്. ഇത് നമ്മൾ പൊടിച്ചെടുക്കാൻ പോകും കേട്ടോ. നമ്മൾ എത്ര കട്ട് ചെയ്തിട്ട് അത് കട്ടാവുന്നില്ല. പിന്നെ ഞാൻ ഒത്തിരി ഒടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നന്നായി കട്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് അത് കിട്ടിയാൽ കൊള്ളാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് നിന്നപ്പോൾ പകുതി വെച്ച് അവിടെ കരണ്ട് ആപ്പാട് പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ഏകദേശം ഒരു അരമണിക്കൂറോളമായി. അതാണ് ഗ്യാസിൻ്റെ കാര്യം. ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. 2 ഞാൻ വാങ്ങി കാണിച്ചതേ ഉള്ളൂ. പിന്നെയാണ് ഇപ്പോൾ ഈ 3 വാങ്ങിച്ചത്. അപ്പോൾ ഇതാ നമ്മൾ നല്ല പൗഡർ പരുവത്തിലായിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ അടിച്ചു വെച്ചാണ്. അപ്പോൾ നല്ല 2 കൂടെ നമുക്കൊന്ന് ഒരുമിച്ചിട്ടിട്ട് പാലൊഴിച്ച് കൊടുക്കാതെ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളിയിട്ടിട്ട് നല്ല അതിൻ്റെ ഒരു തിക്കുണ്ടല്ലോ, ആ ഒരു തിക്നെൻസിൽ വരെ എത്തണം. ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കാൻ ഭയങ്കര പാടാണ്, തെറിച്ച് വീഴാൻ വരെ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തു. ഞാൻ മുഴുവൻ പാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഈ പാത്രം ഇങ്ങനെ അടി വെക്കുന്നത് എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് തറവീണിയാൽ അത് തറവീണ അഴുക്കാക്കുണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ തിക്ക് പരുവത്തിലാക്കിയെടുത്തു. പിന്നെ നമുക്ക് നെയ്യ് പാത്രം എടുക്കാം. ഞാൻ പാത്രം നേരത്തെ അടി വെച്ച പാത്രം തന്നെ കേട്ടോ. അതിൽ നെയ്യ് പുരട്ടി കൊടുക്കാതെ നന്നായിട്ട് നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടക്ക് വെച്ച് നമ്മൾ നന്നായിട്ട് തിന്നായിരിക്കും, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കണം. പിന്നെ ഞാൻ തിരിച്ച് നെയ്യ് അതേപോലെ എടുത്ത് വെച്ചു. പിന്നെ ഇതിലോട്ട് നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. സൈഡിൽ കോർണേഴ്സിലാണ് ഏറ്റവും കൂടുതൽ തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ വട്ടം കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഈ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നല്ല പാടായിരുന്നു കേക്ക് അതിൽ നിന്ന് ഇളകി വരാൻ. നല്ല ലൈസായിട്ട് ഇളകി വരും എന്നാണ് ഒരു വിശ്വാസം. നമുക്ക് നന്നായിട്ട് ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നമ്മൾ ഇതിലേക്ക് വീണ്ടും നെയ്യ് പുരട്ടി കൊടുക്കണം. ഇത്തിരി ഒന്ന് ഒഴിക്കുമ്പോൾ നമ്മൾ കരുതും അത്ര മതിയെന്ന് കരുതിയാലും തേച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇത്ര 2ാമത്തെ പാട്ടിൽ അടുത്ത കാണാതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ അടുത്ത 2ാമത്തെ പാട്ടിൽ കാണാം. അപ്പോൾ ബൈ.